ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കിയാലോ. അതും ബാക്കി വന്ന ചോറും കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 ദിവസമെങ്കിലും ചോറ് ഫ്രീസറിൽ വെക്കണം കേട്ടോ. നല്ലോണം ഫ്രീസായിട്ട് കിട്ടണം. ഇതുപോലെ ആവണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഫ്രീസ് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കണം. ചോറ് മുഴുവനായിട്ടും ഐസ് പോവാൻ നിന്നൂടാട്ടോ. അപ്പോൾ നമുക്ക് ചോറ് അരക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ കുറച്ച് ഫ്രീസ് പോകുമ്പോൾ തന്നെ നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ നല്ലോണം കൈയോട് പിഴിഞ്ഞെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ക്രഷാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ 2 ബാച്ചായിട്ടാണ് ഉണ്ടാക്കിയത്. എൻ്റെ ചോറ് ഒരു 2 കപ്പെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഇതാ എല്ലാ ചോറും ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവാൻ പാടില്ല കേട്ടോ. ചോറ് അധികം പൊടിയാൻ പാടില്ല. പൊടിഞ്ഞു പോയെങ്കിൽ നമുക്ക് പുട്ട് നേരെയായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇനി ഇട്ട് കൊടുക്കുന്നത് റവയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വറുത്ത റവയില്ലോണ്ട് ഞാൻ വറുത്തത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറുക്കാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ റവ ഒരു 6-7 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമുക്ക് അതിലൊക്കെ വെള്ളം വേണ്ടി വരില്ല. കാരണം ചോറ് അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പുട്ടിൻ്റെ ഒരു കണ്ടൻസൻസിയിലാവും. അതുകൊണ്ട് ചില സമയത്ത് വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു വെള്ളം കുറവ് പോലെ തോന്നിയോണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. ഞാനെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക, വീണ്ടും മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ 3/4 ഭാഗം ആവോളം വരെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആവി കയറ്റാൻ വെച്ച്. ഇത് നല്ല അടിപൊളി പുട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. കറി ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ലോണം ആവിയെല്ലാം വന്നിട്ട് നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പുട്ടാണ് കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നമ്മൾ ചോറ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് ഒരാൾക്ക് പോലും മനസ്സിലാവില്ല തിന്നുമ്പോൾ, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്